തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കഴിഞ്ഞ കാലം കുറയായി വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട്. എന്നാൽ ഇക്കുറി ഇടതുമുന്നണി അമ്പെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. UDF വലിയ തരത്തിലുള്ള മുന്നേറ്റം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ 4 നഗരസഭകളിൽ 3 നഗരസഭകളിലും UDF അധികാരത്തിലേക്ക് വന്നു. ഒരു നഗരസഭയിൽ മാത്രം കേവല ഭൂരിപക്ഷം ഇല്ല എങ്കിൽ പോലും അവിടെ ഇടതുമുന്നണി ജയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആര് ഭരിക്കുമെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും തിരുവല്ലയിലും പത്തനംതിട്ടയിലും അടൂരിലും UDF അധികാരത്തിലേക്ക് വന്നു. വലിയൊരു വിജയം തന്നെയാണ്. ഗ്രാമപഞ്ചായത്തിലേക്കായാലും ബ്ലോക്ക് പഞ്ചായത്തിലേക്കായാലും ബ്ലോക്കിൽ 7ഇടത്തും UDF ജയിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ ആ തിരിച്ചടി പൂർണ്ണമായിട്ട് മറികടന്നുകൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് UDF തിരിച്ചു വന്നിരിക്കുന്നത്. പത്തനംതിട്ട DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, പന്തളം സുധാകരൻ അടക്കമുള്ള എല്ലാ നേതാക്കളും നമുക്കൊപ്പം ഉണ്ട്. വലിയൊരു വിജയം. ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? ഇതിൻ്റെ ക്രെഡിറ്റ് DCC പ്രസിഡന്റ് മാത്രമല്ല, ജില്ലയിലെ മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചത്. കാരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെയധികം വളക്കൂറുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. നിർഭാഗ്യം എന്ന് പറയട്ടെ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അഭിപ്രായ വ്യത്യാസം മൂലം നമ്മുടെ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. 4 സീറ്റേ ഉള്ളായിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ ഒരു തിരുവല്ല മാത്രമേ ഉള്ളായിരുന്നു. ഗ്രാമപഞ്ചായത്ത് 12 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ജില്ലയിലെ ഈ ഐക്യ മുന്നണിയിൽ തന്നെ പരസ്പരം മത്സരിച്ച ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. എല്ലാവരുമായും ചർച്ച നടത്തി വളരെ ഐക്യത്തോടു കൂടി ആണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു വലിയൊരു തിരിച്ചുവരവാണ്. ഈ തിരിച്ചുവരവിനെ എങ്ങനെയാണ് ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രചരണമൊക്കെ നടത്തി അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ ഇനി അങ്ങനെ മുന്നോട്ട് പോകാനാണ് UDFൻ്റെ ഒരു ആലോചന? ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചു. കാരണം കഴിഞ്ഞ 2-3 വർഷക്കാലമായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ജില്ലയിൽ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നടന്ന മുനിസിപ്പാലിറ്റി വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് CPMൻ്റെ കയ്യിലിരുന്ന പല വാർഡുകളും ഞങ്ങൾ തിരിച്ചു പിടിച്ചു. കാരണം ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റികൾ നേരത്തെ തന്നെ രൂപീകരിച്ച് മുന്നോട്ട് പോയി. ഈ തെരഞ്ഞെടുപ്പിൽ KPCC നിർദ്ദേശിച്ച മാനദണ്ഡം അനുസരിച്ച് തന്നെ വിന്നബിലിറ്റി, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തി വാർഡ് കമ്മിറ്റി തന്നത്, മണ്ഡലം കോർ കമ്മിറ്റി നിർദ്ദേശിച്ചത് മാത്രമാണ് 2 കൈ നീട്ടി DCC സ്വീകരിച്ചത്. അല്ല വേറെ യാതൊരു താല്പര്യവും ഇതിനകത്തില്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 സീറ്റും തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഇതിൻ്റെ ഒരു സെമി ഫൈനലായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. സുധാകരേട്ടാ, ഇതിപ്പോൾ ഒരു സെമി ഫൈനൽ, ഇപ്പോൾ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത നിയമസഭയിലേക്ക് പോകുമ്പോൾ ഇത് വലിയൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസിനും UDFനും നൽകുന്നത്. എങ്ങനെ കാണുന്നു? എല്ലാം ശരിയാക്കും എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെൻറ് 10 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. ഈ 10 വർഷമായി നരകയാതന അനുഭവിക്കുന്ന ജനങ്ങളുടെ ഭാഗം തന്നെയാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ. പ്രത്യേകിച്ച് ഈ ജില്ലയ്ക്കുള്ള പ്രത്യേകത വളരെ വിദ്യാസമ്പന്നരുള്ള ഒരു ജില്ലയാണ്, കർഷകരുള്ള ജില്ലയാണ്, കർഷകത്തൊഴിലാളികളുള്ള ജില്ലയാണ്, മലയോര മേഖലയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള ശബരിമല ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളുള്ള ജില്ലയാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന ദുരിതം, ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, അത് പരിഹരിക്കുന്നതിന് പകരം അവരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് ഈ UDF പ്രതിപക്ഷത്തുള്ള ആവശ്യപ്പെട്ടപ്പോൾ പോലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പം ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് ആശുപത്രിയിൽ പോകുന്ന സാധാരണക്കാരുടെ അവലംബം എന്ന് പറയുന്നത് ഈ സർക്കാർ ആശുപത്രിയിലാണ്. സർക്കാർ ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ വിധിക്കപ്പെട്ട ഒരു രോഗി മരുന്നും മന്ത്രവും അതുപോലെ സർജിക്കൽ ഉപകരണങ്ങളുമായി വരെ പോകണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു സർക്കാർ ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാ മേഖലയിലും ദുരിതം. ധനകാര്യമന്ത്രി പറയുന്നത് ഖജാവിൽ പണമില്ല എന്ന്, പിണറായി വിജയൻ പറയുന്നത് ക്ഷേമപ്രവർത്തകർക്ക് പണം ഇല്ല എന്നാണ്. ഇങ്ങനെ ഇല്ലായ്മ മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പരിഹസിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖം വലിച്ചു കീറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ അരിശമാണ് MM മണി എന്ന നേതാവിലൂടെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ന്യായീകരിക്കാൻ MV ഗോവിന്ദനെ പോലുള്ള ഒരു പാർട്ടി സെക്രട്ടറി മുന്നോട്ട് വന്നത് MM മണിയുടെ വാക്കുകളേക്കാൾ അധപ്പതിച്ച വികാരത്തിൻ്റെ ഉടമയാണ് ആ സെക്രട്ടറി എന്നുള്ളതാണ്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. ഈ ആശ്വാസം നിലനിർത്തി ഈ 3-4 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്, UDFനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു
കരുതലോടുകൂടി UDF പ്രവർത്തിച്ചു, കോൺഗ്രസ് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമുണ്ടായി. ഇതിന് ഒരു കാര്യം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും ഒരുപോലുള്ള റിഫ്ലക്ഷനാണ്. അല്ലാതെ നഗര കേന്ദ്രീകരണങ്ങളോ ഗ്രാമകേന്ദ്രീകരണങ്ങളോ അങ്ങനെ പറയാൻ പറ്റില്ല. നഗരത്തിലായാലും കോർപ്പറേഷനുകളിലായാലും പഞ്ചായത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും എല്ലാം ഒരുപോലെ വളരെ ശക്തമായ വ്യക്തമായ ഭൂരിപക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കൂട്ടുകെട്ടുണ്ടായിരിക്കുന്നത് BJPയും CPM തമ്മിലാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിപ്പോൾ കള്ളി പുറത്താക്കിയിരിക്കുന്നുള്ള വേവലാതിയാണ് CPMനുള്ളത്. എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ, ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോവുകയാണ്. ആ ഉത്തരവാദിത്വം UDF നേതാക്കന്മാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും വിനയാന്വിതരാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് കോൺഗ്രസിനെ സഹായിച്ച, UDFനെ സഹായിച്ച മുഴുവൻ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല കഴിഞ്ഞ 10 വർഷമായി രാഷ്ട്രീയപരമായി പറഞ്ഞ് ഞങ്ങൾ പ്രതിപക്ഷത്താണ്. അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടും ദുരിതവും ആശങ്കയും ഒക്കെ പരിഹരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതാണ് ഈ വിജയത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഈ സംഘടനാ കാര്യം എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. എങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിർത്തിയെന്നുള്ളതൊക്കെയാണ്. അതായത് DC പ്രസിഡന്റ് പറഞ്ഞു. ഈ സംഘടനാ കാര്യം എങ്ങനെയായിരുന്നു? ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേതൃത്വത്തിൽ ജില്ലയിലെ കോൺഗ്രസിനെ അടിമുടി ശക്തമാക്കുവാനുള്ള നടപടികളാണ് ആദ്യം സ്വീകരിച്ചത്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനഃസംഘടന, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുനഃസംഘടന, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ രംഗത്തും പുതിയ രക്തത്തെ കൊണ്ടുവന്നു. അതിനുശേഷം KPCC പറഞ്ഞ മിഷൻ 25 2025 വളരെ സിസ്റ്റമാറ്റിക്കായി പത്തനംതിട്ട ജില്ലയിൽ നടപ്പാക്കി. അതിൻ്റെ ഫലമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേതൃത്വത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത്. സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, അഴിമതി, നികുതി വർധന, സ്വർണ്ണക്കൊള്ള എല്ലാം ഇതിനെ ബാധിച്ചു. അതിൽ ജനം വിധിയെഴുതി. അതാണ് ഈ തിളക്കമാർന്ന വിജയത്തിൻ്റെ കാരണം. അപ്പോൾ എന്തായാലും ഏകോപനത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം, ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തന രീതി, അതാണ് UDFനെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യമാണ് നേതാക്കൾ പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിൽ UDF അധികാരത്തിൽ വരും. അങ്ങനൊരു ആത്മവിശ്വാസം, അങ്ങനൊരു കോൺഫിഡൻസ് ഇപ്പോൾ എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നേതാക്കൾ പ്രതീക്ഷയായിട്ട് പങ്കുവെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.